ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കിലോ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എത്രയാണോ അരി എടുക്കുന്നത് വെച്ചതിനേക്കാളും കൂടുതൽ വെള്ളം വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ടയും ഗ്രാമ്പും വലിയ ജീരകവും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് കുഴച്ച് വെക്കാം. ചിക്കനിലെ എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. റൈസിലേക്കുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ മസാലയുടെ ആവശ്യമില്ല. കുറഞ്ഞ അളവിൽ മസാല എടുത്താൽ മതി. ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റ് അരി കുതിർത്ത് വെച്ചിരുന്നു. 1 കിലോ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടെടുക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള എടുക്കാം. വലുതാണെങ്കിൽ 1 മാത്രം എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലേ പെട്ടെന്ന് മുരിഞ്ഞു വരുള്ളൂ. അപ്പോൾ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടി ഇട്ടെടുക്കാം. ഇതും കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടി വറുത്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കോരി മാറ്റാം. ഫ്രൈഡ് റൈസിലേക്ക് ഇങ്ങനെ ഉള്ളി വറുത്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അങ്ങനെ മുഴുവനും കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓയിൽ തന്നെയാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അടിഭാഗം നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് മറിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. രണ്ട് ഭാഗം നല്ലപോലെ മുരിഞ്ഞ് കിട്ടോളം തിരിച്ചും മറിച്ചിട്ടെടുത്തിട്ട് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം.
ഇനി നമുക്ക് റൈസിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 16 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 3 ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുക്കണ്ട. ഇതിലേക്ക് സോസൊക്കെ ഒഴിച്ചെടുക്കാണ്ടായതുകൊണ്ട് ഉപ്പ് കൂടി വരും. അതിനാൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടെടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഒരു 3 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ വേവാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് കൂടി 4ആയിട്ട് കീറിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം അടുപ്പത്തിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചട്ടകം കൊണ്ട് ഇളക്കിയെടുക്കുമ്പോൾ ഈ ചോറൊന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം കുത്തി ഇളക്കരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട വറുത്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് വറുത്തെടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിയും മുന്തിരിയും കൂടിയുള്ള മിക്സ് ഇതിന് മുകളിലായിട്ട് ഇട്ടെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടെടുക്കാം. വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, അത് ഓപ്ഷണലാണ്. ഇനി നല്ലപോലെ മറിച്ചെടുക്കുക. നെയ്യും കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിയിൽ നിന്നും നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ചോറ് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് നല്ലപോലെ മിക്സാക്കി എടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 5 മിനിറ്റും കൂടി ഇത് മൂടി വെച്ചിട്ട് അടുപ്പത്ത് തന്നെ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതേ അളവ് തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 40 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം. അടിഭാഗം നല്ലപോലെ മുരിഞ്ഞു വന്നാൽ മറിച്ചിട്ടെടുക്കാം. രണ്ട് ഭാഗം മുരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ട് ഇട്ടെടുക്കാം. ഇതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് 2 സവാള ഇട്ടെടുക്കാം. 2 സവാള കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. കൂടുതൽ സമയം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വന്നാൽ ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയിലായിട്ട് വരും. അപ്പോൾ നല്ല തിക്കായിട്ട് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഫ്രൈഡ് റൈസും ഗ്രേവിയും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.